ഫസ്റ്റ് തന്നെ ഡിസംബർ 21 ഒരു 2 മാർക്സ് ക്വസ്റ്റ്യൻ ഡിഫൈൻ സ്മോൾ കമ്പനി എന്ന് കാണുമ്പോൾ തന്നെ അറിയാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണല്ലോ. ഇത് ഐ എം ഗോയിങ് ടു റിലേറ്റ് ദിസ് വിത്ത് അനദർ ക്വസ്റ്റ്യൻ വേറെ മെയ് 23 ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ. ദിസ് ഇസ് ഓൾസോ റിഗാർഡിങ് സ്മോൾ കമ്പനിയുടെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ പോയിന്റ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു സ്മോൾ കമ്പനിയുടെ ഒരു കേസ് സ്റ്റഡി ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും ഞാൻ കണക്ട് ചെയ്തിട്ട് പഠിപ്പിക്കാൻ പോകുന്നത്. ലെറ്റ്സ് സീ. അപ്പോൾ ഡിഫൈൻ സ്മോൾ കമ്പനി അല്ലെങ്കിൽ ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത് സെക്കൻഡ് ക്വസ്റ്റ്യനിൽ പറയുന്നത് എച്ച് ലിമിറ്റഡ് is the holding company of S private limited. ഓരോ വേർഡ്സും ശ്രദ്ധിക്കുക കേട്ടോ, സഫിക്സ് ശ്രദ്ധിക്കുക. എച്ച് ലിമിറ്റഡ് പബ്ലിക് കമ്പനിയാണ്, എസ് പ്രൈവറ്റ് ലിമിറ്റഡ് പ്രൈവറ്റ് കമ്പനിയാണ്. അപ്പോൾ എച്ച് എസിൻ്റെ ഹോൾഡിംഗ് ആണ്, എസ് സബ്സിഡറി. ആസ് പെർ ദ ലാസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡ് 31st March 2022 എസ് പ്രൈവറ്റ് ലിമിറ്റഡ്. നമ്മൾ ഫുൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ സബ്സിഡറി കമ്പനിനെ പറ്റിയാണ്. ടേൺ ഓവർ 1.8 CR, ക്യാപിറ്റൽ 80 lakh. The board of directors want to avail the status of small company. The CS advise the directors that the company cannot be categorized as small company. അപ്പോൾ ഡയറക്ടേഴ്സ് പറഞ്ഞ് നമ്മൾ സ്മോളുടെ സ്റ്റേറ്റസ് എടുക്കും, CS പറഞ്ഞ് നമ്മൾ സ്മോളുടെ സ്റ്റേറ്റസ് എടുക്കാൻ പറ്റില്ല. യു ആർ റിക്വയർഡ് ടു എക്സാമിൻ വെദർ ദ കണ്ടൻഷൻ ഓഫ് CS പറഞ്ഞാണ് ശരി എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ കേസ് സ്റ്റഡി ക്വസ്റ്റൻ ആണ്. കേസ് സ്റ്റഡി നമ്മളിങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ആദ്യം പ്രൊവിഷൻ എഴുതും. ആര് പറഞ്ഞാൽ ശരി ഒന്നും എഴുതില്ല, നമ്മൾ ആദ്യം പ്രൊവിഷൻ എഴുതും. നമ്മൾ എന്താ എഴുതുക? സെക്ഷൻ സ്മോൾ കമ്പനി ഡിസ്കസ് ചെയ്യുന്നത് 2 Clause 85 So as per section 2 Clause 85 of the Companies Act 2013 ആക്ടിൻ്റെ പേരെഴുതൽ കമ്പൽസറി ആണ്. സെക്ഷൻ നമ്പർ അറിയില്ല, ആസ് പെർ 11 പ്രൊവിഷൻ അല്ല, ബട്ട് ആക്ടിൻ്റെ പേരെഴുതൽ കമ്പൽസറി. അത് ഏത് ആക്ട് ഞങ്ങൾ പറഞ്ഞതെന്നുള്ളത്. സ്മോൾ കമ്പനി ക്രൈറ്റീരിയ എന്തൊക്കെയാണ് ഞാൻ ആദ്യം ഫുള്ള് ഒരു സമ്മറി ആയിട്ട് ഇവിടെ ഷോർട്ട് ആയിട്ട് പോയിന്റ്സ് എന്തൊക്കെയാണ്, കീ പോയിന്റ്സ് എന്തൊക്കെയാണ് എഴുതാം. പിന്നെ അത് സെൻറ്റൻസ് ആയിട്ട് എങ്ങനെ ഡ്രാഫ്റ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. സ്മോൾ കമ്പനിയിൽ നമുക്ക് രണ്ട് ക്രൈറ്റീരിയ ഉള്ളത്. ഒന്ന് നമുക്ക് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലിൻ്റെ ലിമിറ്റ് നോക്കാനുണ്ട്, രണ്ട് നമുക്ക് ടേൺ ഓവർ നോക്കാനുണ്ട്. Paid up share capital does not exceed 50 lakh, turnover does not exceed 2 crore. And ഇത് രണ്ടും എക്സീഡ് ചെയ്യാൻ പാടില്ല. ആൻഡ് എന്നാ പറയുന്നത്. പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എക്സീഡ് ചെയ്യാൻ പാടില്ല, ടേൺ ഓവറും ക്രോസ് ചെയ്യാൻ പാടില്ല. ആൻഡ് ഇനി അവിടെ ഓർ സച്ച് അതർ എമൗണ്ട് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് നോട്ട് എക്സീഡിങ്. റൂൾസിൽ സെൻട്രൽ ഗവൺമെൻറ് വേണമെങ്കിൽ 10 കോടി എക്സീഡ് ചെയ്യാത്ത എമൗണ്ട് പ്രിസ്ക്രൈബ് ചെയ്യാം. ഷെയർ ക്യാപിറ്റലിൻ്റെ കേസിൽ, ടേൺ ഓവറിൻ്റെ കേസിൽ 100 കോടി എക്സീഡ് ചെയ്യാത്ത എമൗണ്ട് പ്രിസ്ക്രൈബ് ചെയ്യാം. ഇത്രയും ഫാക്ടേഴ്സ് 2 Clause 85 പറയുന്നുണ്ട്. നമ്മൾ ആൻസറിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇങ്ങനെ അല്ല കേട്ടോ, ഞാൻ മെയിൻ പോയിന്റ്സ് ഇവിടെ ഹൈലൈറ്റ് ചെയ്യാണ്. ആൻഡ് ഇവിടെ റൂൾസിൽ എന്തെങ്കിലും പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ? യെസ്, റൂൾസിൽ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. റൂൾസിൽ സെൻട്രൽ ഗവൺമെൻറ് പ്രിസ്ക്രൈബ് ചെയ്ത ലിമിറ്റ് ഷെയർ ക്യാപിറ്റൽ 4 crore, ടേൺ ഓവർ 40 crore. ഇതാണ് നമ്പേഴ്സ് വൈസ് ആൻസറിലുള്ള മെയിൻ കോണ്ടന്റ് ഫുള്ള്. ഇനി സ്റ്റാർട്ടിംഗ് സെൻറ്റൻസ് എന്താ? ഇതിൻ്റെ ഒക്കെ മുന്നേ ഒരു ഇമ്പോർട്ടൻറ്റ് സെൻറ്റൻസ് പറഞ്ഞിട്ടാണ് ആൻസർ സ്റ്റാർട്ട് ചെയ്യണം തന്നെ. As per section 2 Clause 85 of the Companies Act 2013, small company means a company. ഇതൊരു കീവേഡാണ്. കാരണം നമ്മൾ ജനറൽ ക്ലോസ് ഇൻ്റർപ്രിറ്റേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. ഡെഫിനിഷൻസ് എക്സോസ്റ്റീവ് അല്ലെങ്കിൽ റെസ്ട്രിക്റ്റീവ്, എക്സോസ്റ്റീവ് അല്ലെങ്കിൽ ഇൻക്ലൂസീവ്, രണ്ട് ടൈപ്പ് ഉള്ളതെന്ന് പറയുന്നുണ്ട്. എക്സോസ്റ്റീവ് മീൻസ് എന്ന് യൂസ് ചെയ്യുന്ന ഡെഫിനിഷൻസ്, ഇൻക്ലൂസീവ് ഇൻക്ലൂഡ്സ് എന്ന് യൂസ് ചെയ്യുന്ന ഡെഫിനിഷൻ. അപ്പോൾ വി കനോട്ട് റൈറ്റ് സ്മോൾ കമ്പനി ഈസ് എ കമ്പനി അല്ലെങ്കിൽ സ്മോൾ കമ്പനി മേ ബി ഡിഫൈൻഡ് ആസ്, അങ്ങനെയൊന്നും എഴുതാൻ പാടില്ല. ഡയറക്ട്ലി മീൻസ് അല്ലെങ്കിൽ ഇൻക്ലൂഡ്സ് എന്താണ് ആ വേർഡ് എന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്യൽ കമ്പൽസറി ആണ്. മീൻസ് എ കമ്പനി അതർ ദാൻ പബ്ലിക് കമ്പനി, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. മീൻസ് എ കമ്പനി അതർ ദാൻ പബ്ലിക് കമ്പനി. ഒരു പബ്ലിക് കമ്പനിക്ക് ഒരിക്കലും സ്മോൾ കമ്പനി ആകാൻ പറ്റില്ല, ഈവൻ ഇഫ് ഈ ക്രൈറ്റീരിയ ഒക്കെ അവർ മീറ്റ് ചെയ്താലും. അപ്പോൾ ഇത്രയും ഫാക്ടേഴ്സ് നമ്മൾ ആദ്യം സെക്ഷൻ നമ്പർ എഴുതി, അറിയുമെങ്കിൽ സെക്ഷൻ നമ്പർ എഴുതി, അല്ലെങ്കിൽ ആസ് പെർ 11 പ്രൊവിഷൻ. ഡെഫിനിഷൻ എക്സോസ്റ്റീവ് ആണ്, മീൻസ് എന്ന് എഴുതി, അതർ ദാൻ പബ്ലിക് കമ്പനി, പിന്നെ ഈ ക്രൈറ്റീരിയ എഴുതി. ഇനി പറയണത് 3 ആൾക്കാരെ നമ്മൾ സ്മോൾ ആയിട്ട് ട്രീറ്റ് ചെയ്യൂല, അത് സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട് ആക്ടിൽ. ഇനി ദ ഫോളോയിങ് ഷാൽ നോട്ട് ബി ട്രീറ്റഡ് ആസ് സ്മോൾ കമ്പനി എന്ന് എഴുതാം. ഓർ ആക്ടിലെ ആക്ച്വൽ വേർഡിങ്സ് പ്രൊവൈഡഡ് ദാറ്റ് നത്തിങ് ഇൻ ദിസ് ക്ലോസ് ഷാൽ അപ്ലൈ. ഈ പറഞ്ഞ ക്ലോസിൽ പറഞ്ഞതൊന്നും ബാധകാവൂല. ഈ പറഞ്ഞ ക്ലോസിൽ പറഞ്ഞതൊന്നും ഇനി നമ്മൾ പറയാൻ പോണ 3 ആൾക്കാർക്ക് ബാധകാവൂല. നത്തിങ് ഇൻ ദിസ് ക്ലോസ് ഷാൽ അപ്ലൈ, വിച്ച് മീൻസ് ഇനി നമ്മൾ പറയാൻ പോണ 3 ആൾക്കാർ ഈ മേലെ പറഞ്ഞതൊക്കെ മീറ്റ് ചെയ്താലും സ്മോൾ കമ്പനി ആവില്ല. ആരൊക്കെ? ഹോൾഡിംഗ് ആൻഡ് സബ്സിഡറി കമ്പനി, സെക്ഷൻ 8 കമ്പനി, പിന്നെ സ്പെഷ്യൽ ആക്ടിന് അണ്ടറിൽ ഇൻകോർപ്പറേറ്റ് ചെയ്ത കമ്പനി. ഇത്രയും പോയിന്റ്സ് എഴുതി കഴിഞ്ഞാൽ നിങ്ങളെ ആൻസറിലുള്ള പ്രൊവിഷൻ പാരഗ്രാഫിൽ എല്ലാ ഏരിയയും കവേർഡായി. ഞാൻ ഇനി പ്രിപ്പയർ ഫോർ എക്സാംസ് ഓൾസോ. നിങ്ങൾ പഠിക്കുന്ന സമയത്തും ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കാമെന്ന് ഞാൻ പറഞ്ഞു. ബൈ ഹാർട്ട് പഠിക്കണം. ക്ലാസ്സിലൊക്കെ ഞാൻ എപ്പോഴും പറയുന്നത് ബൈ ഹാർട്ട് പഠിക്കേണ്ട. കേസ് സ്റ്റഡി ടൈപ്പ് ക്വസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ ബൈ ഹാർട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവണം എന്നില്ല, കോൺസെപ്റ്റ് അറിഞ്ഞിരിക്കുക. ഇതാണ് ഇപ്പോൾ നമ്മൾ മെയിൻ ഏരിയ. ഇതിപ്പോൾ നിങ്ങളിപ്പോൾ ഒരു നോട്ട്സ് ഉണ്ടാക്കുമ്പോൾ ഷോർട്ടായിട്ട് നിങ്ങൾ ഇപ്പോൾ പഠിക്കുന്ന സമയത്ത് പ്രിപ്പയർ ചെയ്താൽ അല്ലെങ്കിൽ ചുമരിൽ ഒട്ടിച്ച് വെച്ചാൽ കോണ്ടന്റ് ഫുൾ ഇതിലുണ്ട്. സോ ലോക്ക് മാക്സിമം ചാർട്ട്സ് ഉണ്ടാക്കാൻ നോക്കുക, ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കി പഠിക്കുക. ഈ സംഭവങ്ങൾ എങ്ങനെ നമ്മൾ ഈ ആൻസറിലേക്ക് ഫിറ്റ് ആക്കുക അത് നോക്കാം നമുക്ക്. അപ്പോൾ ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ക്രൈറ്റീരിയ ഷെയർ ക്യാപിറ്റൽ നമ്മളിപ്പോൾ ഏതാ നോക്കുക? ഇത്രയും എമൗണ്ട് നമുക്കിവിടെ നോക്കാനുണ്ട്. 50 lakh, 2 crore, 10 വരെ പ്രിസ്ക്രൈബ് ചെയ്യാം, 100 വരെ പ്രിസ്ക്രൈബ് ചെയ്യാം. അതൊന്നുമല്ല നമ്മൾ പ്രാക്ടിക്കലി ആൻസറിന് നോക്കുക. പ്രാക്ടിക്കലി ആൻസർ നമ്മൾ 4 ഉം 40 നോക്കുക. ഇത് രണ്ടും ക്രോസ് ചെയ്യാൻ പാടില്ല. ആൻഡ്
രണ്ട് ക്രോസ് ചെയ്തില്ലെങ്കിൽ സ്മോൾ കമ്പനി ആവും. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഡാറ്റയിൽ ഇവർ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ 80 lakh ആണ്. പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ നമുക്ക് 4 crore വരെ പോവാം. ടേൺ ഓവർ 1.8 CR ആണ്. ടേൺ ഓവർ നമുക്ക് 40 crore വരെ പോവാം. സ്മോളിൻ്റെ സ്റ്റേറ്റസ് എടുക്കാൻ പറ്റുമോ? യെസ്, സ്മോളിൻ്റെ സ്റ്റേറ്റസ് എടുക്കാൻ പറ്റും. പക്ഷേ കംപ്ലീറ്റ് ആയിട്ടില്ല. ആൻസർ ഇവർ എസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്, വിച്ച് മീൻസ് അതർ ദാൻ പബ്ലിക് കമ്പനി. ആ ക്രൈറ്റീരിയം മീറ്റ് ആയി. പബ്ലിക് കമ്പനിക്ക് സ്മോളിൻ്റെ സ്റ്റേറ്റസ് കിട്ടില്ല. എസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. പക്ഷേ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറഞ്ഞ് എച്ച് ഇസ് ദ ഹോൾഡിംഗ് ഓഫ് എസ്, വിച്ച് മീൻസ് നമ്മളിപ്പോൾ പറഞ്ഞുകൊടുക്കുന്ന കമ്പനി സബ്സിഡറി ആണ്. സബ്സിഡറി ആയി കഴിഞ്ഞാൽ സ്മോളിൻ്റെ സ്റ്റേറ്റസ് കിട്ടില്ല. അപ്പോൾ CS പറഞ്ഞതാണ് ശരി. ഇനി ഇതെങ്ങനെ പ്രസൻറ്റ് ചെയ്യണം? ലെറ്റ്സ് സീ. As per section 2 clause 85 of the Companies Act 2013, small company means a company other than public company whose paid up share capital does not exceed 4 crore and turnover does not exceed 40 crore. Turnover of the immediately preceding financial year. PNL പ്രകാരമുള്ള. അപ്പോൾ സാറേ ഈ പറഞ്ഞ ലിമിറ്റ് ഒന്നും എഴുതണ്ട. ഈ 50, 10, 2, 100 നേരെ 4ഉം 40 എഴുതിയാൽ മതി. ഐ വുഡ് ഓൾവേസ് സജസ്റ്റ് ഇതും എഴുതുക ഡെഫിനിഷൻ എഴുതുമ്പോൾ. സാറേ ICAൻ്റെ മെറ്റീരിയൽ എന്നുള്ളതാണല്ലോ ഇങ്ങനെ ആൻസർ കൊടുത്തിട്ടുള്ളത്. പക്ഷേ ICAൻ്റെ മെറ്റീരിയലിലുള്ള ഇപ്പോൾ December 21 2 mark ക്വസ്റ്റ്യൻ ഡിഫൈൻ സ്മോൾ കമ്പനി അവിടെ നോക്കുകയാണെങ്കിൽ ദേ ഹാവ് റിട്ടൺ paid up share capital does not exceed 50 lakh, turnover does not exceed 2 crore. 50 lakh എന്നുള്ളത് 10 crore വരെ പ്രിസ്ക്രൈബ് ചെയ്യാം, ആൻഡ് ടേൺ ഓവർ 100 കോടി വരെ പ്രിസ്ക്രൈബ് ചെയ്യാം. എന്നിട്ട് ഇതെല്ലാം പറഞ്ഞിട്ട് ആരൊക്കെ സ്മോൾ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ലാസ്റ്റ് ആസ് പെർ റൂൾസ് പ്രകാരം 4ഉം 40. ICA തന്നെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ ക്ലാസ്സിൽ ഞാൻ എപ്പോഴും പറയലുണ്ട്, ഞാൻ ക്ലാസ്സിൽ പറയും ഫുൾ എഴുതുക, ഓർമ്മയുള്ള ഫുൾ എഴുതുക. 50 lakh, 10, 2, 100, 4, 40. ആൻസർ എടുക്കുമ്പോൾ 4, 40 എടുക്കുക. എന്നിട്ട് സ്റ്റുഡൻസിൻ്റെ ഡൗട്ട് ചോദിക്കും, സാർ ICAൻ്റെ ആൻസറിൽ ഇത്ര ഉള്ളല്ലോ. എടാ, യു ആർ ജസ്റ്റ് ചെക്കിങ് വൺ ആൻസർ. നമ്മളിത് ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ പാസ്റ്റ് അറ്റ്ലീസ്റ്റ് ഒരു കഴിഞ്ഞ 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ കണ്ട എക്സ്പീരിയൻസ് ഉണ്ട് നമുക്ക്. അപ്പോൾ അതിൻ്റെ ബേസിസിൽ ICA വേറെ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഈ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. സേഫസ്റ്റ് റൂൾസ് നമ്മൾ ഫുൾ എഴുതി കൊടുത്താൽ എന്തായാലും സംതിങ് ഓർ ദി അതർ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നമ്മൾ ആൻസർ ഷീറ്റിൽ എന്തെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കാത്ത പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ആ കൂട്ടത്തിൽ നിങ്ങൾ അറിയുന്ന കോണ്ടന്റ്, യു നോ ഓൾ ദിസ്, അത് ഫുൾ എഴുതി കൊടുക്കാൻ പറ്റിയ അത്രയും നല്ലതാണ്. ഡീറ്റെയിൽ ആയിട്ട് എഴുതി കൊടുക്കാൻ പറ്റിയ ഇറ്റ് വുഡ് ഓൾവേസ് ബി ബെറ്റർ. അറിയില്ലേ, ഇൻ ദാറ്റ് കേസ് ദർ ഇസ് നോ ഓപ്ഷൻ. അപ്പോൾ നിങ്ങൾ എന്തായാലും മെയിൻ ക്രൈറ്റീരിയ 4, 40 അത് റൂൾസിലാണ് പറയുന്നത്. അപ്പോൾ വിത്ത് ദിസ് നമ്മൾ ഈ ഫസ്റ്റ് പാർട്ടും കഴിഞ്ഞിട്ടോ, ഡിഫൈൻ സ്മോൾ കമ്പനി അവിടെയും ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ നമ്മൾ ഈ കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന ഏരിയയിൽ ഇത് കവേർഡായി. അപ്പോൾ ഇവിടെ കമ്മിങ് ബാക്ക് ടു ദിസ് 4, 40 എന്നൊക്കെ പറഞ്ഞ് പ്രൊവൈഡഡ് ദാറ്റ് നത്തിങ് ഇൻ ദിസ് ക്ലോസ് ഷാൽ അപ്ലൈ. നമ്മൾ പറയാൻ പോകുന്ന ആൾക്കാരൊന്നും സ്മോൾ ആവില്ല. ഹോൾഡിംഗ് സബ്സിഡറി സെക്ഷൻ 8 സ്പെഷ്യൽ ആക്ടിൽ ഇൻകോർപ്പറേറ്റ് ചെയ്ത കമ്പനി. ദാറ്റ്സ് ഇറ്റ്. ഇപ്പോൾ നമ്മൾ ആൻസറിൻ്റെ ഇത്രയും പോർഷൻ പ്രൊവിഷൻ ആയിരുന്നു. നിയമം എന്താ പറയണത്? ഇനി ഇൻ ദ ഇൻസ്റ്റന്റ് കേസ് ആസ് പെർ ലേറ്റസ്റ്റ് PNL, എസ് പ്രൈവറ്റ് ലിമിറ്റഡ്, ടേൺ ഓവർ 1.8, പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ 40 lakh. തോ എസ് പ്രൈവറ്റ് ലിമിറ്റഡ് ടേൺ, അപ്പോൾ ഇത് വരെ പറഞ്ഞത് എന്താ? ഈ പാരഗ്രാഫ് വരെ പറഞ്ഞത് ഫാക്റ്റാണ്. ക്വസ്റ്റ്യനിൽ എന്താ തന്നിട്ടുള്ളത്? തോ എസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആസ് പെർ ടേൺ ഓവർ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ക്വാളിഫൈസ് ടു ബി സ്മോൾ കമ്പനി ബട്ട് ഇറ്റ് കനോട്ട് ബി കാറ്റഗറൈസ് എ സ്മോൾ കമ്പനി ബിക്കോസ് ഇറ്റ് ഇസ് എ സബ്സിഡറി ഓഫ് അനദർ കമ്പനി. അപ്പോൾ ഇത് എന്താ നമ്മൾ പറഞ്ഞത്? ഇത് നമ്മൾ അനാലിസിസും കൺക്ലൂഷനാണ് നമ്മൾ ലാസ്റ്റ് ഫുള്ള് കൊടുക്കുന്നത്. ഹെൻസ് കോൺടെൻഷൻ ഓഫ് CS is correct. The descriptive type question, case study type question, May 23 5 mark question എന്നുണ്ട്. Now ഇവിടെ define small company same as per section 2 clause 85 means other than public company. ഇതെഴുതി ആരൊക്കെ സ്മോൾ ആയിട്ട് ട്രീറ്റ് ചെയ്യൂല. ഇനി ഈ പറഞ്ഞ പോലെ ആസ് പെർ ദി കമ്പനി സ്പെസിഫിക്കേഷൻ ഓഫ് ഡെഫിനിഷൻസ് ഡീറ്റെയിൽസ് റൂൾസ് 2014 ഇതൊന്നും നിങ്ങൾ എഴുതി കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആസ് പെർ റെലവൻറ്റ് പ്രൊവിഷൻ എന്നിട്ട് സ്റ്റാർട്ട് ചെയ്താൽ തന്നെ ഇതിലെല്ലാം കവേർഡായി. ഫോർ ദി പേർപ്പസസ് ഓഫ് സബ് ക്ലോസ് 1, സബ് ക്ലോസ് 2, സെക്ഷൻ 2 clause 85 ഓഫ് ദി ആക്ട് അതൊന്നും വേണ്ട. നിങ്ങൾ നേരെ എങ്ങനെ എഴുതി കൊടുക്കുക? ഈ മേലത്തെ ലിമിറ്റ് ഫുൾ എഴുതി കൊടുത്താൽ ആസ് പെർ റൂൾസ് ദ ലിമിറ്റ്സ് ആർ ആസ് ഫോളോസ് എന്ന് എഴുതി കൊടുത്തിട്ട് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ടേൺ ഓവറും എന്താണ് 4ഉം 40ഉം എക്സീഡ് ചെയ്യാൻ പാടില്ല എന്ന റൂൾ എന്താണോ പറഞ്ഞത് ആ പോയിന്റ് എഴുതി കൊടുക്കുക. ഓക്കെ.